ഗുരുദേവായ നമഃ. ഇത് പുതിയകാവ് ആനന്ദവല്ലീശ്വര ക്ഷേത്രം. ദേവേശ്വര ക്ഷേത്ര നിർമ്മാണത്തോടെ ചക്കി ആശാട്ടിയുടെ കുടുംബത്തിന് ഐശ്വര്യവും വലിയ അഭിവൃദ്ധിയുമുണ്ടായി. അന്ന് വക്കം പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് കൊച്ചുപപ്പു തരകനാണ്. അദ്ദേഹം തിരുവിതാംകൂറിലെ ശ്രീമൂലം പ്രജാസഭാ സാമാജികനായിരുന്നു. ഒരു ക്ഷേത്രം പണിത് ഗുരുദേവനെക്കൊണ്ട് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുവേണ്ടി തരകൻ ഗുരുദേവനെ സമീപിച്ചു. ഏത് ദേവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് ഗുരു ചോദിച്ചു. അവിടുന്ന് കൽപ്പിക്കുന്നതെന്തും ഞങ്ങൾക്ക് ആനന്ദമാണ് എന്ന മറുപടിയാണ് തരകനിൽ നിന്നുമുണ്ടായത്. എങ്കിൽ ആനന്ദവല്ലി തന്നെയാകട്ടെ എന്ന് ഗുരു കൽപ്പിച്ചു. എന്നാൽ ഗുരു അവിടെ പ്രതിഷ്ഠിച്ചത് സുബ്രഹ്മണ്യനെയാണ്. ശ്രീ ഗണപതി വിഗ്രഹവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഷഷ്ഠിവ്രത അനുഷ്ഠാനമാണ് പ്രധാനം. ഇതിന് ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. തരകൻ ഈ ക്ഷേത്രത്തോടനുബന്ധമായി ഒരു വിദ്യാലയം സ്ഥാപിച്ചു. ഒരാതുരാലയവും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം വസ്തുവകകളോടുകൂടി സ്കൂളിന്റെ അവകാശം 507 നമ്പർ SNDP ശാഖായോഗത്തിന് വിട്ടുകൊടുത്തു. ഈ ക്ഷേത്രവും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള വിദ്യാലയവും സ്ഥലം കൊടുത്തത് വക്കം പുരുഷോത്തമൻ്റെ അച്ഛൻ വാനുപണിക്കരെന്നാണ് പേര്. ക്ഷേത്രം സ്കൂളുണ്ടായതിന് ശേഷം ഒരു സരസ്വതി വിദ്യാലയം, സരസ്വതി ക്ഷേത്രം ഉണ്ടാകട്ടെ എന്ന് ഗുരുദേവൻ ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു സരസ്വതി ക്ഷേത്രം ഉണ്ടാവുകയും ചെയ്തു. ശേഷം കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഇത് സുബ്രഹ്മണ്യ ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. സ്ത്രീകളാണ് ഇവിടെ ക്ഷേത്ര ഭരണം നിർവഹിക്കുന്നത്. പുരുഷന്മാരതിൻ്റെ പിന്നാലെ രക്ഷാധികാരികളായിട്ടുണ്ട്. ഗുരുദേവായ